ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ചന്ദ്രസേനനും അതുപോലെ തന്നെ രതീഷും കല്യാണിയും കിരണും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. രതീഷ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്, എനിക്കിപ്പോഴും സംശയം ഷാരിനെയും അതുപോലെ തന്നെ സരയുനെയും തന്നെയാണ് എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അവരെ സംശയിക്കല്ല രതീഷ്. ഇപ്പൊ നീയും അതുപോലെ തന്നെ പ്രകാശ് എന്ന് പറഞ്ഞ കല്യാണിന്റെ അച്ഛനും അതുപോലെ തന്നെ അമ്മുമ്മയൊക്കെ മാറിയ പോലെ അവരും മാറി എന്ന് പറയുമ്പോഴേക്ക് രതീഷ് പറയുന്നുണ്ട്, പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്ക്, താരാന്റി വെറുതെ കല്യാണിക്കകത്ത് മെസ്സേജ് അയക്കേണ്ട കാര്യമല്ലോ മോളെ, സൂക്ഷിക്കണം എന്ന് പറയാനിട്ട് മെസ്സേജ് അയക്കേണ്ട ഒരു കാര്യമില്ല. അതും അപകടം നേരത്തെ മുന്നിൽ കണ്ടിട്ടാണ് താരാന്റി എപ്പോഴും അങ്ങനെ പറയാറുള്ളത്. അത് മാത്രല്ല, ഈ വീടിനെ കുറിച്ച് മുഴുവനായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഈ വീട്ടിൽ ഇന്നലെ രാത്രി കയറിയത്. അത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. പിൻവാതില് തുറന്നു കൊടുത്തിട്ടാണ് അകത്ത് കയറിയത്. അങ്ങനെ തുറന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഉള്ളിലുള്ള ആളുടെ സഹായത്തോടെ അല്ലാതെ തുറന്നു കൊടുക്കാൻ പറ്റില്ലല്ലോ. അതേക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണം സർ. പിന്നെ കറക്റ്റ് ആയിട്ട് CCTV ക്യാമറ ചീത്തായും ചെയ്തു. ഇതിന്റെയൊക്കെ പിന്നിൽ ആ സരയു ആണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. കിരണും കല്യാണം അതിനെ കുറിച്ച് ഒരു ടെൻഷനും ഇല്ലട്ടോ. സരയു ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അങ്ങനെ തന്നെയാണ് അവരങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പൊ ചന്ദ്രസേനൻ പറയണ്ടേ, എന്തായാലും താര നിനക്ക് അങ്ങനത്തെ ഒരു മെസ്സേജ് അയച്ചില്ല, താരനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി, നമുക്കൊരു കാര്യം ചെയ്യാം, താരയുടെ വീട് വരെ ഒന്ന് പോയാലോ. കല്യാണി പറയണ്ട്, ശരി അച്ഛാ, നമുക്കൊന്ന് താരാന്റിനെ കണ്ടിട്ട് വരാം. താരാന്റി ഇങ്ങനെ മെസ്സേജ് അയച്ച പിന്നെ എനിക്കും താരാന്റിനെ കാണാൻ വേണ്ടി തോന്നുന്നുണ്ട്, അതായത് മോള് വാ, നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേനും കല്യാണിയും കൂടി ചേർന്ന് നേരെ താരയുടെ വീട്ടിലേക്ക് പോവാട്ടോ. അപ്പൊ അവിടെ സരയും ഇല്ല. സരയുവാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഹോസ്പിറ്റലിലാണ്. താര ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ചന്ദ്രസേനും അതുപോലെ തന്നെ കല്യാണി എത്തുന്നത്. അവര് താരയെടുത്ത് ചോദിക്കുന്നുണ്ട്, ആന്റിക്ക് ഇതിന് പ്രശ്നമുണ്ടോ എന്ന് കല്യാണി ചോദിക്കുമ്പോ ഒരു പ്രശ്നവും ഇല്ല. പിന്നെ ആന്റി എന്താ ആകെ വിഷമിച്ചിരിക്കുന്നത്? ആന്റി ഞങ്ങൾ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ലോ. ആന്റിക്ക് എന്തോ വലിയൊരു വിഷമമുണ്ട്, അല്ലെങ്കിൽ മനസ്സിൽ എന്തോ വലിയൊരു ഭയമുണ്ട്. എന്താ ആന്റി, എന്താണെങ്കിലും ഞങ്ങൾക്ക് തുറന്നു പറ എന്ന് കല്യാണി പറയുമ്പോ ഒന്നുമില്ലാന്ന് തന്നെയാണ് താര പറയണ്ട. അപ്പൊ ചന്ദ്രസേനൻ പറയണ്ട, താരെ നീ എന്തോ മറക്കുന്നുണ്ട്, അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. താരെ തുറന്നു പറഞ്ഞാലേ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുള്ളൂ. എല്ലാന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ വെച്ച് അത് വലിയൊരു ബോംബായിട്ട് പൊട്ടിത്തെറിക്കും. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ശത്രുക്കൾ ഓരോന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും അപകടം പൂർണ്ണമായിട്ട് ഒഴിവാകുന്നില്ല. ഇന്നലെ കല്യാണിനെ കുത്താൻ വന്ന ആളാണ് ഷാരിനെ കുത്തിയിട്ട് പോയത്. കല്യാണി മോളെങ്ങാണ്ട് കുത്തിയെങ്കിൽ ഒരിക്കലും കല്യാണി മോളെ തിരിച്ചു പോലും കിട്ടില്ലായിരുന്നു. അത് നീ ശ്രദ്ധിച്ച് കേട്ടോ താരെ. എന്തെങ്കിലും മനസ്സിൽ ഒളിക്കുന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. നിന്നെ ഇത്രയും നാള് സംരക്ഷിച്ചത് ഞാനാണ്. ആ സമയത്ത് നിനക്ക് നിന്റെ മോളും ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല. ഞാനാണ് നിന്നെ സംരക്ഷിച്ച് ഇവിടെയും വരെ എത്തിച്ചത് അല്ലെ. നിന്നെ എന്റെയും പേരിൽ ഞാനും എന്റെ ഭാര്യയും കൂടി വേർപിരിഞ്ഞു. അപ്പോഴും ഞാൻ നിന്നെ തള്ളി പറഞ്ഞില്ല. നിനക്കുള്ള ചെലവിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഞാനാണ് നിനക്ക് തന്നത്. പക്ഷെ അതൊന്നും നീ മറന്നുപോയി. ഇപ്പൊ നിനക്ക് നിന്റെ മോളെ കിട്ടിയപ്പോ ഇപ്പൊ നിന്നെ മുമ്പ് സ്നേഹിച്ച ആരെ നിനക്കിപ്പോ വേണ്ട. നിനക്കാണെങ്കിൽ ഇപ്പൊ നിന്റെ മോളെ മാത്രം മതി. നല്ല കാര്യം, മോളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. ഇത്രയും വർഷം അവൾക്കും സ്വന്തം അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടില്ലല്ലോ. നിനക്കും സ്വന്തം മകളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ അവസാന നിമിഷത്താണ് നീ സ്വന്തം മകളെ കണ്ടുപിടിച്ചത്. നിങ്ങൾ സ്നേഹിക്കണതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഒരു കാര്യം, നിങ്ങൾ സ്നേഹിക്കുമ്പോ മറ്റുള്ളവരെല്ലാം നിങ്ങൾ മറന്നു പോകുന്നുണ്ട്. താരെ, നീ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷെ നീ ഇപ്പൊ ആകെ മാറി. നിന്റെ മുഖത്ത് നല്ല വിഷമമുണ്ട്, നിന്റെ മുഖത്ത് നല്ല ക്ഷീണമുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയണം, അല്ലെങ്കിൽ നീ ഞങ്ങളോട് ചെയ്യണം വലിയ ചതിയായിരിക്കും അത്. ഈ പറയുന്ന ഗംഗപ്രസാദും വിക്രവും ഒക്കെ ചെയ്ത പോലത്തെ കൊടും ചതിയായിരിക്കും അത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചന്ദ്രസേനും കല്യാണിയും കൂടി അവിടെ നിന്ന് പോകുന്നത്. അപ്പൊ കല്യാണി തിരിഞ്ഞു നോക്കുമ്പോ താര പൊട്ടിക്കരയണത് കാണുന്നുണ്ട്. തിരിച്ചിറങ്ങിയ കല്യാണി ചന്ദ്രസേനോട് പറയുന്നുണ്ട്, താരാന്റി എന്തോ മറക്കുന്നുണ്ട് അച്ഛാ. ഇത്രയും ദിവസം ഇത്രയും സമയം ഇപ്പൊ വരെ രതീഷേട്ടൻ പറഞ്ഞോളൂ ഷാരിക്കും സരയുനും എന്തോ വലിയ പങ്കുണ്ടെന്ന്. പക്ഷെ ഇപ്പൊ ഇവിടെ വന്നപ്പോ എനിക്കും ചില സംശയങ്ങളൊക്കെ തോന്നാണ് എന്ന് കല്യാണി പറയാണ്. കല്യാണി അങ്ങനെ പറയുമ്പോ ചന്ദ്രസേനൻ പറയുന്നുണ്ട്, മോളുടെ സംശയമൊന്നും വെറുതെ ആവാറില്ലല്ലോ. മോൾ എന്തെങ്കിലും സംശയിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യം ഉണ്ടാകും. മോൾക്ക് എന്താ അങ്ങനെ സംശയം തോന്നാൻ കാര്യം? അല്ല, എനിക്ക് അപകടം വരണ മുമ്പാണ് എപ്പോഴും താരാന്റി മെസ്സേജ് അയക്കാറ്. ആ സമയത്ത് സരിയും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കാറുണ്ട്. ഇനി എന്തെങ്കിലും ദേഷ്യം അവൾക്ക് എന്നോട് ഉണ്ടാവോ അച്ഛാ? അവൾക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടുണ്ടാവില്ലേ? നിന്നോട് ദേഷ്യം കാണിക്കേണ്ട കാര്യം എന്താണ് എന്ന് ചന്ദ്രസേനൻ ചോദിക്കുമ്പോ, അല്ല, അവളുടെ കുഞ്ഞിനെ ഞാനാണല്ലോ കൂടുതൽ മനോഹരനെ കാണിക്കാൻ വേണ്ടിയൊക്കെ കൊണ്ടുപോയത്. ചിലപ്പോ അതിന്റെ ദേഷ്യമായിരിക്കും. മനോഹരനോട് ദേഷ്യം ഇപ്പൊ ഇല്ലെന്ന് സരയു പറയുന്നുണ്ടെങ്കിലും സരയ്ക്ക് പുള്ളിന്റെ ഉള്ളിൽ ഇപ്പോഴും മനോഹരനോട് ദേഷ്യമാണെങ്കിലോ? അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അച്ഛാ, അവൾക്ക് എന്നെ എന്തെങ്കിലും അപായപ്പെടുത്താൻ എന്തെങ്കിലും വിചാരം ഉണ്ടാകും എങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിക്കാൻ പോലെ. മോൾക്കും കൂടി ആ സംശയം തോന്നിയ സ്ഥിതിക്ക് എനിക്കും തോന്നിയായിരുന്നു. അതാ രതീഷ് പറഞ്ഞപ്പോൾ എന്നെ പൂർണ്ണമായിട്ടും തള്ളിക്കളയാതിരുന്നത്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാം. വിക്രം മരിച്ച സമയത്ത് അവിടെ ഒരു തോക്കുണ്ടായിരുന്നല്ലോ, അത് ഞാൻ സിയെടുത്ത് രഹസ്യമായിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നാളെ കിട്ടും.
അങ്ങനെ നമ്മുടെ കല്യാണി പറഞ്ഞതനുസരിച്ച് ചന്ദ്രസേൻ സി എടുത്ത ആ തോക്കിന്റെ യഥാർത്ഥ ഉടമ, ലൈസൻസ് ആരുടെ പേരിൽ ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സി എ തന്നെ ചന്ദ്രസേനോട് ആ വലിയൊരു സത്യം പറയാണ്. ആ തോക്കിന്റെ ഉടമ രാഹുൽ, അതായത് രാഹുലിന്റെ പേരില് ലൈസൻസ് എടുത്തേക്കണ തോക്കാണത്. രാഹുലിന്റെ പേരിൽ എന്ന് പറയുമ്പോഴേക്കും രാഹുൽ ഇപ്പൊ മരിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ തോക്ക് ഇപ്പൊ ആരുടെ കയ്യിലായിരിക്കും? തീർച്ചയായിട്ടും സരയുവിന്റെ കയ്യിലായിരിക്കും. അപ്പൊ ഇനി സരയു ആണോ വിക്രത്തിന് തോക്ക് കൊടുത്തത്? ഒരിക്കലും വിക്രത്തിന്റെ കയ്യിൽ തോക്ക് വരാൻ ഒരു ചാൻസ് ഇല്ല. അവനെ കൂട്ടുകാരി രണ്ടുപേരുണ്ട്, അവരൊക്കെ വെറും ലോക്കൽ കൂട്ടുകാരാണ്. അവരുടെ കയ്യിൽ തോക്കും അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അങ്ങനെയാണെങ്കിൽ വിക്രം അവസാനം ഉപയോഗിച്ച മൊബൈലും അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് വിളിച്ച കോൾ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. എങ്കിൽ നമുക്ക് യഥാർത്ഥ ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന അല്ലെങ്കിൽ കള്ളങ്ങൾ കാണിച്ചിരിക്കുന്ന യഥാർത്ഥ കൊലയാളി ആരാണെന്ന്, ആരുടെ ബുദ്ധിയാണ് ഇതിന് പിന്നിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്ന് ചന്ദ്രസേനൻ പറയാണ്. അങ്ങനെ അതിന്റെ അന്വേഷണത്തിനൊടുവിൽ കണ്ടുപിടിക്കുകയാണ് ഇതിനെല്ലാത്തിനും പിറകിൽ സരയുവാണെന്ന്. പക്ഷെ ഇതിനെല്ലാത്തിനും പിറകെ സരയുവാണെന്ന് അറിയുമ്പോഴും ചന്ദ്രസേന ദേഷ്യം സരയുവിനേക്കാളും കൂടുതൽ ദേഷ്യം വരുന്നത് നമ്മുടെ എന്താണ് താരയെടുത്താണ്. കാരണം താരക്ക് എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു, എന്നിട്ട് മിണ്ടാതെ മൂടി വെച്ചിരിക്കുകയായിരുന്നു താര. താര എന്തിനാണ് ഇത്രയും വലിയ ചതി ചെയ്തത്? താരക്കൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത്ര എന്തോരം അപകടം ഒഴിഞ്ഞു പോയാനെ. രാഹുൽ കുത്താൻ വന്നപ്പോ കല്യാണിന്റെ അപകടം ഒഴിഞ്ഞു പോയാനെ, വിക്രമിന്റെ അപകടം ഒഴിഞ്ഞു പോയാനെ. ഇപ്പോഴാൾ കത്തി കൊണ്ട് കുത്താൻ വന്നു, അതൊക്കെ ഒഴിഞ്ഞു പോയാനെ. ഇതെല്ലാം താര അറിഞ്ഞുകൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ സരയുവിന് ശിക്ഷ കൊടുക്കുന്ന പോലെ താരക്കും ശിക്ഷ കിട്ടേണ്ടത് തന്നെയാണ്. അങ്ങനെ ആദ്യമായിട്ട് ചന്ദ്രസേനൻ താരേനെ വെറുക്കാട്ടെ. ഇതൊക്കെ ആദ്യം അറിയുമ്പോൾ ചന്ദ്രസേനൻ പോവാൻ പോണത് നമ്മുടെ താരയുടെ അടുത്തേക്ക് തന്നെയായിരിക്കും. നീ കാരണം തന്നെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഇത്ര വലുതായത്. നിന്റെ മോള് തെറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞപ്പോ നീ അത് പറയണമായിരുന്നു. എടി അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കാൻ മാത്രല്ല, മക്കള് തെറ്റ് ചെയ്താലും അത് തുറന്നടിച്ച് പറയാനുള്ള അവകാശവും അധികാരവും അമ്മക്കുണ്ട്. പക്ഷെ നീ അതൊക്കെ മൂടി വെച്ചു. എന്തിനു വേണ്ടി നീ അത് ചെയ്തു? ഇങ്ങനത്തെ ഒരു മോൾ ഇല്ലാതിരിക്കണല്ലേ നല്ലത്. നിനക്ക് മകളുള്ള സ്നേഹം കാണാൻ നീ അന്ധയായി പോയി. മറ്റുള്ളവരാരെ നിനക്ക് കാണാൻ പറ്റതേ? മറ്റുള്ളവരുടെ ജീവനം നീ ഒരു വിലയും കൽപ്പിച്ചില്ല താരെ. ഇനി ഇതിന് ഞാൻ നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. ഇനി ഞാനും നീയും എന്റെ മക്കളും എന്റെ മരുമക്കളും എന്റെ ഭാര്യയും എന്റെ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും നിന്റെ തീർന്നു എന്ന് പറഞ്ഞിട്ട് ചന്ദ്രസേനൻ എന്താ പറഞ്ഞത്, ഒരൊറ്റ വാക്കിൽ ആ ബന്ധം അറുത്തു മാറ്റുവാണ്. താരക്കും ആകെ വിഷമമാട്ടോ. താര വിചാരിക്കാണ് ശരിയാണ്, ഇത്രയും നാള് തനിക്ക് തന്റെ മോളൊന്നും ഉണ്ടായില്ലല്ലോ. ചന്ദ്രസേനും അവരുടെ കുടുംബവും തന്നെ ഉണ്ടായിരുന്നത്. സരയു ഇപ്പൊ വന്നതാണല്ലോ. പിന്നെ സരയു സഞ്ചരിക്കുന്ന വഴി എന്ന് പറഞ്ഞാൽ തെറ്റായ വഴിയാണ്. പക്ഷെ തന്നെ കൊണ്ട് അത് തിരുത്താൻ ഒന്നും സാധിച്ചില്ല. താൻ തന്നെയാണ് തെറ്റ് ചെയ്തെന്ന് മനസ്സിലാക്കാണ് താര. അങ്ങനെ താരയുടെ വായി തന്നെയാണ് ആ വലിയ സത്യം കിരണിനോടും കല്യാണിനോടും താര പറയണത്. എല്ലാത്തിനും കാരണക്കാരി സരയു ആണെന്നുള്ള സത്യം അതറിയുമ്പോഴേക്കും കിരണും കരണിക്ക് അത് വല്ലാത്ത ഷോക്ക് ആയിരിക്കും. കാരണം എല്ലാവരും അവര് എന്തൊക്കെ വിശ്വസിച്ചെങ്കിലും ഒരു സംശയത്തിന്റെ രീതിയിലാണ് എല്ലാവരും വിശ്വസിച്ചത്. പക്ഷെ സരയുവിനോട് മാത്രം അവർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. അത്ര രീതിയിലാണ് സരയു അഭിനയിച്ച് തകർത്തത്. അതുകൊണ്ട് തന്നെ കിരണിനും കരണിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പ് സരയുവിനോട് തന്നെയായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കുറെ ഭാഗങ്ങളാണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. ഒറിജിനൽ പ്രൊമോ 11 മണിക്കാണ് വരുന്നത്. 11 മണിക്ക് ഒറിജിനൽ പ്രൊമോ വരുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ കാത്തിരുന്ന് കാണുക കേട്ടോ. നല്ല പ്രൊമോ ആണെങ്കിൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അഥവാ സാധാരണ ഒരു പ്രൊമോ തന്നെയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പ്രൊമോയുടെ പിക്ചേഴ്സ് ഫോട്ടോസ് ആയിട്ട് ഇടാം കേട്ടോ. ടേക്ക് കെയർ, ബൈ ബൈ.